ഒന്നാമത്തെ കാര്യം ബോഡി സ്ട്രോങ് ആവും, സ്പൈൻ പോസ്റ്റർ കറക്റ്റ് ആവും. കാരണം വയറ് മുമ്പിലേക്ക് പ്രഗ്നൻസി ടൈമിൽ വരുന്നതിന് നമുക്ക് നമ്മുടെ പോസ്റ്റർ നമുക്കൊരു കൂന് വരുന്ന അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ വളഞ്ഞ് ചില സ്ത്രീകൾ കണ്ടില്ലേ നടുക്കന്നെ കൈയും കൊടുത്തൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ആ പോസ്റ്റർ കറക്ഷൻ വരും. പൊതുവേ സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് ഹോർമോണൽ ചേഞ്ചസ് അതിൻ്റെ ഒരു തീവ്രത കുറച്ച് കൊണ്ടുവരും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അവയർനെസ് ഉണ്ടാവുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ സ്ലീപ്പ് ബെറ്റർ ആവും. ഇവരുടെയൊക്കെ ഉണ്ടാകുന്ന നോസിയ, വോമിറ്റിംഗ് ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളുണ്ടല്ലോ ആദ്യത്തെ കുറച്ച് മാസങ്ങളിൽ ചിലർക്ക് ആദ്യത്തെ മാസങ്ങളിലല്ല, ചിലർക്ക് അവസാനം വരെ ഉണ്ടാവാറുണ്ട്. ഇതിനെയൊന്നും ഇല്ലാതാക്കാൻ പറ്റുമെന്നല്ല പറയുന്നത്, ഇതിൻ്റെയൊക്കെ തീവ്രത കുറയ്ക്കാൻ പറ്റും. പിന്നെ മാനസികമായിട്ട് തയ്യാറെടുക്കാൻ പറ്റും. ചിലർക്ക് പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു ഫിയർ ആണ്, ചൈൽഡ് ബർത്തിനെ കുറിച്ചുള്ള പേടി, പെയിൻ എന്നൊക്കെയുള്ള ആ പേടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ധാരണ എന്ന് വെച്ചാൽ പ്രീനേറ്റൽ യോഗ എന്ന് പറയുന്ന ഒരു കൗൺസിലിംഗ് കൂടെയാണ്. ഇവരോട് നിരന്തരമായിട്ട് സംസാരിച്ച് നമ്മൾ ഇവരുമായിട്ടൊരു ബന്ധം, ഒരു ട്രസ്റ്റഡ് പേഴ്സണായി മാറുകയാണ് നമ്മൾ ചെയ്യുന്ന ആ കൗൺസിലിങ്ങിലൂടെ ഇങ്ങനെയുള്ള പേടി കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും. പിന്നെ ഉള്ളിലുള്ള കുഞ്ഞുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇവർക്ക് ഒരു മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് സങ്കല്പം വെച്ചിട്ടാണ് മെഡിറ്റേറ്റ് ചെയ്യുക. ഈ കുഞ്ഞിനെ കുറിച്ചുള്ള കുഞ്ഞിൻ്റെ ഹെൽത്ത്, കുഞ്ഞിൻ്റെ ഇമോഷണൽ ഹെൽത്ത്, ഇതെല്ലാം സങ്കല്പം വെച്ചിട്ടാണ് മെഡിറ്റേഷൻ ചെയ്യുക. അപ്പം ആ വരുന്ന കുഞ്ഞും ഫിസിക്കലി ഹെൽത്തി ആയിരിക്കും, ഇമോഷണലി ഹെൽത്തി ആയിരിക്കും. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു നല്ല ബോണ്ടിങ്ങിലായിരിക്കും വരിക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രഗ്നൻസി ടൈമിൽ യോഗയും അതുപോലെ മന്ത്രാസും ജപ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് വരും.